വയനാട്ടിൽ 2 പുതിയ അണക്കെട്ടുകൾക്ക് DPR തയ്യാറാക്കാൻ ഭരണാനുമതിയായി. പുൽപ്പള്ളി, കടമാൻതോട്, ഇടവകത്തൊണ്ടാർ ജലസേചന പദ്ധതികളുടെ വിശദ പദ്ധതിരേഖ തയ്യാറാക്കാനാണ് ജലവിഭവ വകുപ്പിൽ നിന്ന് 2,34,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. കടമാൻതോട് പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തുണ്ട്. DPR തയ്യാറാക്കാനുള്ള ഭരണാനുമതി ലഭിച്ചതോടെ ഒരിടവേളയ്ക്ക് ശേഷം സജീവ ചർച്ചയാവുകയാണ് പുൽപ്പള്ളി കടമാൻതോട് അണക്കെട്ട് പദ്ധതി. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ഇപ്പോഴും ഉയരുകയാണ്. കടമാൻതോട് പദ്ധതി പുൽപ്പള്ളിയുടെ ഒരു മേഖലയെ മുക്കിക്കളയുമെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിഷേധം. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ പദ്ധതി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇനി വയനാട് ഒരു ജലബോംബായി മാറാൻ പോവുകയാണ്. അതിന് ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണെങ്കിൽ അതിന് ഏത് വില കൊടുത്തും ഏത് തരത്തിലും ഞങ്ങൾ സമരത്തിലൂടെ അതിനെ ചെറുത്തു തോൽപ്പിക്കും. ജില്ലയിലെ കാരാപ്പുഴ, ബാണാസുര സാഗർ അണക്കെട്ടുകൾ ഇത്ര കാലമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും പിന്നെ എന്തിനാണ് പുതിയ അണക്കെട്ടുകളെന്നും വാദം. ഈ വയനാട്ടിൽ 2 ഡാമുകളുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇനി ഒരു ഡാമും കൂടെ പുൽപ്പള്ളി, വയനാടിൻ്റെ കേന്ദ്രത്തിൽ പുൽപ്പള്ളിയിലൊരു ഡാം വരിക എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശമാണെന്ന് മനസ്സിലാവുന്നില്ല. ഗവൺമെന്റ് സർക്കാരിന് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ സർക്കാർ ഇത് മുന്നോട്ട് വെക്കണേന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലയുടെ വരൾച്ചയെ പ്രതിരോധിക്കാൻ പദ്ധതി കൊണ്ട് സാധ്യമാകുമെന്ന് മറുവാദം. ഏറ്റവും കഠിനമായ വരൾച്ച ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ കാർഷിക മേഖല. വെള്ളലഭ്യത ഇല്ലാതെ ഒരു കാർഷിക മേഖല മുന്നോട്ട് അഭിവൃദ്ധിപ്പെടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എതിർപ്പുകളുടെ കാരണങ്ങൾ അന്വേഷിച്ച് അത് സമയബന്ധിതമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് ആ പദ്ധതി ഗുണകരമായ രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ ഭരണസമിതികളുടെ കാലഘട്ടത്തിൽ എടുക്കാൻ സാധിക്കുന്നത്. കാവേരി നദീജല തർക്ക ട്രിബ്യൂണൽ വിധിയനുസരിച്ചുള്ള ജലസംഭരണത്തിന് പദ്ധതി അനിവാര്യമെന്നും അഭിപ്രായം. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകൾ വരൾച്ചയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ജലസംരക്ഷണത്തിനും എല്ലാത്തിനും ഗുണകരമാകുന്ന രീതിയിൽ ഈ പദ്ധതി അനിവാര്യമാണ്. പ്രാദേശിക സമ്മർദ്ദം മൂലം പദ്ധതി മരവിപ്പിച്ചുവെന്ന പ്രചാരണത്തിനിടെയാണ് വിശദ പദ്ധതിരേഖ തയ്യാറാക്കാനുള്ള തുക അനുവദിച്ചിരിക്കുന്നത്. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.